അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് മദ്രസയിൽ നടന്ന 3ാം ക്ലാസ്സുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ദുറൂസുൽ ഇഹ്സാനാണ് വിഷയം. ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം. അവിടെ മുകളിൽ കൊടുത്തതിനോട് യോജിച്ചത്, താഴെയുള്ള ഓരോ സെൻറ്റൻസിനോടും യോജിച്ചവയാണ്, അത് ചേർത്ത് എഴുതുക. ഈമാനിൻ്റെ ഭാഗമാണ്, അതിനോട് യോജിച്ചത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അതിഥികളെ ആദരിക്കൽ ഫൽ യസുൽ റഹിമഹു. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ജായും ഇലാ ജൻബിഹി, അയൽവാസികളോട്. ഇതിലേതാണ് ഈമാനിൻ്റെ ഭാഗമാണ് എന്നതിനോട് യോജിച്ചത്, അത് എഴുതുക. 2, നല്ല ഭക്ഷണം കഴിക്കണം. ഇതിനോട് യോജിച്ചത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അതിഥികളെ ആദരിക്കൽ. ഇങ്ങനെ മുകളിൽ കൊടുത്തത് യോജിച്ച് ഏതാണ്, അത് എഴുതുക. നല്ല രീതിയിൽ പെരുമാറണം. ആരോട്? മുകളിൽ ഇവിടെ കൊടുത്ത ഏത് സെൻറ്റൻസാണോ യോജിച്ചത് അത് എഴുതുക. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, മുകളിൽ കൊടുത്ത ഇതിലേതാണ്, അത് എഴുതുക. ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു, ഇതിനോട് യോജിച്ചത് മുകളിൽ കൊടുത്തത് വായിച്ച് നോക്കുക, എന്നിട്ട് അത് എഴുതുക. വർഷങ്ങൾക്ക് മുമ്പ് ഖുറാസാനിൽ ജീവിച്ചിരുന്നു. ആ മഹാൻ്റെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് ഏതാണ്, അത് കൃത്യമായിട്ട് എഴുതുക. ഇനി അടുത്ത ചോദ്യം പൂർത്തിയാക്കാം. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ എന്താണ്, അത് എഴുതുക. അയൽവാസി ഏത് മതവിശ്വാസി ആയാലും നാം ഗുണം മാത്രം ഡാഷ് ബാക്കി എഴുതുക. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ബാക്കി എഴുതുക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം ബാക്കി എഴുതുക. ഇനി അടുത്തത് എന്ത് ചൊല്ലണമെന്ന് എഴുതാം. ഭക്ഷണം കഴിച്ച ശേഷം നാം എന്താണ് ചൊല്ലേണ്ടത്, അത് എഴുതുക. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ നാം എന്താണ് ചൊല്ലുക, അത് എഴുതുക. അടുത്ത ചോദ്യം ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്തു പൂരിപ്പിക്കാം. ഇവിടെ ഓരോ സെൻറ്റൻസിനോടും യോജിച്ചത് ഈ ബ്രാക്കറ്റിലുണ്ട്, അത് ശരിയായത് എഴുതുക. 1, ഡാഷ് കഴിക്കുക. ഇരുന്നാണോ നിന്നാണോ, അതിൻ്റെ നേരെ ഏതാണ്, അത് എഴുതുക. കൈ കൊണ്ട് കഴിക്കുക. ഇടത് വലത്, ഏത് കൈ കൊണ്ടാണ് കഴിക്കുക, അത് നേരെ എഴുതുക. ഡാഷ് കഴിക്കുക. ഒന്നിച്ച് അല്പാൽപമായി, എങ്ങനെ കഴിക്കേണ്ടത്, അത് നേരെ എഴുതുക. ഡാഷ് ചവച്ച് തിന്നുക. നന്നായി ധൃതിയിൽ, അതേതാ യോജിച്ചത് എഴുതുക. 5, ഡാഷ് ഭാഗത്ത് നിന്ന് കഴിക്കുക. തൻ്റെ അടുത്ത, തൻ്റെ അപ്പുറത്തെ, ഏതാണ് എഴുതുക. ഡാഷ് കൊണ്ട് തൃപ്തിപ്പെടുക. ഇല്ലാത്തത് ഉള്ളത്, ഏതാ എഴുതുക. അടുത്ത ചോദ്യം 2 വീതം എഴുതാനാണ്. വിരുന്നിൻ്റെ മര്യാദകൾ, അത് ഇവിടെ 2 എഴുതി കൊടുക്കുക. അയൽവാസിയോടുള്ള കടമകൾ 2 എഴുതി കൊടുക്കുക. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ, അത് 2 എഴുതി കൊടുക്കുക. അടുത്ത ഉത്തരം എഴുതാം. കുടുംബക്കാർ ആരാണ് കുടുംബക്കാർ, ആ ഉത്തരം എഴുതുക. ആരാണ് നമ്മുടെ അയൽവാസികൾ, അത് എഴുതുക. അടുത്ത് നമുക്ക് പാട്ട് പൂർത്തിയാക്കാം. ഈ പാട്ട് പൂർത്തിയാക്കുക. വിരുന്നുകാരാൽ ഡാഷ് വീട്ടിൽ എന്നത്, വിരുന്നുകാര റഹ്മത്ത് എന്ന ആശയം എന്തൊരു ഡാഷ്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ.